ഹലോ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചുള്ള റെസിൻ കോസ്റ്ററുടെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ എടുത്തിട്ടുള്ള 2:1 റേഷ്യോയുള്ള എപ്പോക്സി റെസിനാണ്. സോ ഹാർഡ്നർ 1 പോർഷന് 2 പോർഷൻസ് ഓഫ് റെസിനാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ഞാൻ വളരെ സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്തു. വളരെ സ്ലോ ആയിട്ട് ഒരു 6 to 7 മിനിറ്റ്സ് ആണ് ഞാൻ മിക്സ് ചെയ്തത്. എയർ ബബിൾസ് ഒന്നും വരാണ്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ ഈ ഒരു ഇതിനെ 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് 3 കളേഴ്സാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് എടുത്തത്. പക്ഷേ ഇതിൽ ഞാൻ ഡാർക്ക് ബ്ലൂ പിഗ്മെന്റ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ റെസിനകത്ത് കളർ ചേഞ്ച് വന്നിട്ട് അതൊരു പേർപ്പിൾ ഷെയ്ഡിലോട്ട് മാറി. അപ്പം ഞാൻ ഫസ്റ്റ് ഒഴിച്ചിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം ആ ഒരു ഫ്ലോ ഈ ഒരു റെസിന് ഇപ്പം വന്നിട്ടില്ല. ജസ്റ്റ് ബിക്കോസ് അത് ഞാൻ കുറച്ച് നേരം വെച്ചത് കൂടിപ്പോയി. ക്യൂറിങ്ങിന് ശേഷം ഞാൻ കളറൊക്കെ മിക്സ് ചെയ്ത് 3 മിക്സ് ചെയ്തതിന് ശേഷമൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് കുറച്ച് ടൈം അതിനകത്ത് എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു റെസിൻ്റെ ഫുൾ ഫ്ലോയിൽ അത് ഒഴുകി വന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, സെറ്റായി വന്നപ്പോൾ ഒന്നും പ്രശ്നം വന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പഠിച്ചതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാണ്. സോ നമ്മൾ മാക്സിമം സ്പീഡിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഞാനത് 2 കളേഴ്സ് ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ കോസ്റ്ററിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ് കളർ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി 2 കളേഴ്സും എനിക്ക് കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കളർ വന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ ആ 3ാമത്തെ ഷെയ്ഡും കൂടെ നമ്മളുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനൊരു ഔട്ട്ലൈനായിട്ട് ഞാനൊരു വൈറ്റ് ഷെയ്ഡാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 4 കളേഴ്സ് മിക്സ് ചെയ്യാൻ എടുത്ത ടൈം കാരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഫ്ലോയി എഫക്റ്റ് റെസിന് കിട്ടാത്തത്. അതിൽ ആക്ച്വലി ഞാൻ ഏറ്റവും ലാസ്റ്റ് മിക്സ് ചെയ്ത് ഒഴിച്ചത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഞാൻ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഹാർഡായിപ്പോയി. ആക്ച്വലി കണ്ടില്ലേ, ഒട്ടും എനിക്ക് ആ ഒരു ഫ്ലോനെസ് കിട്ടിയില്ല ഇതിനകത്ത്. അപ്പോൾ എനിക്കത് ഞാനിങ്ങനെ ഭയങ്കര ഇച്ചിരി പാടുപെട്ടിട്ടാണ് വൈറ്റ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തത്. നമുക്ക് വേറെ കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്, ഹീറ്റ് എംബോസിങ് ഗൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഇതിൻ്റെ ഹാർഡനിങ്ങും കളർ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം കുറച്ച് റെസിൻ സ്റ്റോൺസ് അതിനകത്തേക്ക് വെച്ചു. അതുപോലെ കുറച്ച് ഷെൽസ് വെച്ചു. ഇതെല്ലാം വെക്കുന്നതൊക്കെ റെസിൻ സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചതിന് ശേഷം ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ടുള്ളത്. ഫൈനൽ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതൊന്ന് ഹാർഡൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളുടെ ക്ലിയർ റെസിൻ വെച്ചിട്ട് നേരത്തെ എടുത്ത അതേ പ്രൊപ്പോർഷനിൽ വെച്ചിട്ട് വീണ്ടും ഇതിന് സെക്കൻഡ് ലെയറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് വന്നപ്പോൾ എല്ലാം സെറ്റ് ആയിരുന്നു. ബബിൾസ് ഒന്നും ഉണ്ടായില്ല. കളേഴ്സ് എല്ലാം ഓക്കെ ആയിട്ട് വന്നു. നമ്മൾ ചെയ്തതെല്ലാം അതേപോലെ തന്നെ ഹാർഡൻ ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു സക്സസ് ആയിരുന്നു ആക്ച്വലി കോസ്റ്ററിനെ. ബട്ട് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാനും കുറെ കുഞ്ഞു സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റെസിൻ കോസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഞാൻ പഠിച്ച കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇതിനകത്ത് ഫ്ലോസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ട്രൈ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ലെസൺ ആയിരിക്കും തോന്നുന്നു. താങ്ക് യു.